ഹലോ ഏരീസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മെയ് മാസം കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് എനർജി കൊണ്ടുവരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം, ഒരു നല്ല ട്വിസ്റ്റ് ഉണ്ട് ഈ മാസം. അപ്പോൾ ഈ സർപ്രൈസ് ഫാക്ടർ എന്താണ്, ഈ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ഏരീസ് പറഞ്ഞ പോലെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് മെയ് മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്തിരിക്കണു, പക്ഷേ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അതല്ലാണ്ട് ഇത് ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കണേ 7 of Cups ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ 7 of Cupsഉം പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ 7 of Cups കുറേ ഓപ്ഷൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെയ് മാസത്തിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കുറേ വരും. പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് മുമ്പോട്ട് പോകണ്ടേ, അതിൻ്റെ ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ പുതിയ തുടക്കമുണ്ട്, കുറേ സ്റ്റേബിലിറ്റി വരുന്നുണ്ട്. എസ്പെഷ്യലി കരിയറിൽ ഒരു പുതിയ ജോലി, പുതിയ ക്ലയൻറ്റ്, പുതിയ ബിസിനസ് ഓഫർ, എന്തോ അങ്ങനെ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഉണ്ട്. റൊമാൻസിൽ ഇതൊരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആവാം, അത് മുമ്പോട്ട് പോയിട്ട് ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കാണുന്നത് പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ ഏസ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വോൺസ് ആയിരുന്നു. അപ്പോൾ പാസ്റ്റിൽ ഞാൻ നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് വോൺസ് ആയിട്ടാണ് കാണുന്നത്. ഒരു പ്ലെയർ എനർജി, ഒരു പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, പ്ലെയർ ഒരു റോങ് വേർഡാണ്. പക്ഷെ നിങ്ങളൊരു സീരിയസ് എനർജിയിലായിരുന്നില്ല, കാഷ്വൽ എന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, പക്ഷെ അങ്ങനെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുറേ ഒരു എക്സൈറ്റിംഗ് എനർജിയാണ്, കുറേ ഫ്രണ്ട്ഷിപ്സും ഉണ്ടായിരുന്നു, ചില ഷോർട്ട് ടേം റിലേഷൻഷിപ്സ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഫൈനലി ഞാൻ കാണുന്നത് നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ മീറ്റ് ചെയ്തു ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടായി. ഓക്കെ, പാസ്റ്റിൽ. ആൻഡ് ഇതൊരു കുറച്ചുകൂടി ഒരു ഇമോഷണൽ ബിഗിനിങ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിലേക്ക് വരാം. കറണ്ട് എനർജി, അതിൻ്റെ മുമ്പേ നിങ്ങൾ പ്ലീസ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലെയിം ചെയ്യുക, ഇത് റെസൊനേറ്റ് ചെയ്യണ്ടാ. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഫൂൾ എനർജിയും ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതാണ് ആ ഷിഫ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിൽ വരാൻ പോണത്. ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കാണുന്നത് ഇതൊരു കുറേ സ്റ്റേബിൾ ഓഫറാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ലവിലായിരിക്കും. അപ്പോൾ ഇതൊരു നല്ല സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്. ചിലവർക്ക് ഇതൊരു ജോലിയാവും. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ഇതൊരു നല്ല സ്റ്റെബിലിറ്റി കൊണ്ടുവരണ ജോലിയായിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിൽ പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഞാൻ കാണുന്നുണ്ട്, എന്തോ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ 2 of Swords ഉണ്ട്. ഈ തീരുമാനം എടുക്കാൻ കുറച്ചൊരു നിങ്ങൾക്ക് സ്ട്രഗിൾ ആവും. എന്താ വെച്ചാൽ ഇത് ഇമോഷണലും പ്രാക്ടിക്കൽ തീരുമാനമാണ്. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സാണ്. നിങ്ങൾക്കത് എടുക്കാൻ കുറച്ചൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ അതും നിങ്ങൾ ഓവർകം ചെയ്യും എന്നാണ് ഞാൻ കാണുന്നത്. ക്ലാരിറ്റി വരുന്നുണ്ട്, പക്ഷെ കുറച്ച് ദിവസം വരെ ഇങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിനെ കുറച്ച് കൂടുതൽ അറിയണം വെച്ചാൽ, ഇത് ഓൾറെഡി റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. പേഴ്സണൽ റീഡിങ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം എന്താണ്? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു പാസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഇത് ആ സെയിം പേഴ്സൺ ആവാം ഈ ലവ് എനർജി കാണുന്നത്. ഈ പേഴ്സണെ നിങ്ങൾ കുറേ മിസ് ചെയ്യണോ ഈ മാസം? ഓക്കെ, എപ്പോഴും ഇടയ്ക്ക് നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാനുള്ളൊരു ടെംപ്റ്റേഷൻ ആണ് ഞാൻ കാണുന്നത്. പക്ഷെ അതെവിടെയോ നിങ്ങളുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉള്ള ഒരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈഗോ ആണ് പറയണേ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഈ റിലേഷൻഷിപ്പിൽ ഒരു റിജക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന്. എന്താ വെച്ചാൽ പാസ്റ്റിലും ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരുന്നില്ല.
അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്താ വെച്ചാൽ ഈ റിജക്ഷൻ ഉണ്ടായിട്ടും നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ടെംപ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അഡ്വൈസ് വന്നിരിക്കണ യൂണിവേഴ്സ് പറയണത് നിങ്ങളോട് ഹീൽ ചെയ്യാനാണ്. നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങൾ, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, അതിലൊക്കെ കുറേ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഞാൻ കാണുന്നതൊരു സെലിബ്രേഷനുമുണ്ട്. അപ്പോൾ ഫിസിക്കലി നിങ്ങൾ കുറേ പുറത്ത് പോകുന്നുണ്ടാവും, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഹെൽത്ത് ഇത് സൂക്ഷിക്കണം. അതുമാത്രമല്ല ഇമോഷണലി കുറച്ച് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങളുടെ ഒരു പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, അതല്ലാണ്ട് സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് എംപ്രസും 5 of Wands ആണ്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. നിങ്ങളുടെ കുട്ടികളുണ്ടാച്ചാലും അവിടെ ഒരു ക്ലാഷ് കാണാണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ മദറുടെ കൂടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ചില വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സർപ്രൈസ് ഫാക്ടറിൽ കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കണ്ട വെച്ചാൽ ഇതൊരു ക്ലാഷ് ആവും. ഓക്കെ, നിങ്ങളുടെ മാരേജിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് നല്ല ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. ഫിനാൻഷ്യലി നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 10 of Cups ഇമോഷണലി ഫാമിലി വൈസും നല്ല ടൈമാണ് ഇത്. ഓക്കെ, മെയ് മാസം. ഇവിടെ എന്താ വെച്ചാൽ 4 of Cups ഒരു വാർണിംഗ് കാർഡാണ്. ഇതിലെന്താ വെച്ചാൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, പക്ഷേ നിങ്ങളതിനെ ഇഗ്നോറാണ് ചെയ്യണത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുത് എന്നാണ് പറയണേ. എന്താ വെച്ചാൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരണത് നിങ്ങൾ അതിലല്ല നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണത്, വേറെ എവിടെയുമാണ് നിങ്ങളുടെ ശ്രദ്ധ പോകണത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മിസ് ചെയ്താൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അത് മിസ് ചെയ്യരുത്, അതാണ് യൂണിവേഴ്സ് പറയണേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ പറഞ്ഞ ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ, നോ നീഡ് ടു വറി. അപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല ഏരീസ്. ഇതൊരു നല്ല മാസമാണ്. ഓക്കെ, ഓവറോൾ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂ എനർജി, നല്ലൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജി കാണാണ്ട്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ കിട്ടും. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്യും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.